ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് ഫസ്റ്റ് മൊഡ്യൂൾ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ സിലബസിലെ ഫസ്റ്റ് മൊഡ്യൂളായ അക്കൗണ്ടിംഗ് മൊഡ്യൂൾ തീർക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ആണ് നോക്കുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഇതിനു മുമ്പും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന ഇതിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫൈനൽ അക്കൗണ്ട്സ് കുറച്ചും കൂടി ടേംസ് നമുക്ക് നോക്കാനുണ്ട്. ആ ടേംസ് ആണ് പറയുന്നത്. കൂടാതെ ഷെഡ്യൂൾ 3, ഇപ്പോൾ ഷെഡ്യൂൾ 3 ആണല്ലോ യൂസ് ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ ഷെഡ്യൂൾ 3യുടെ ഒരു ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഫോർമാറ്റ് ഒന്നും വരില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മൾ പഠിക്കുമ്പോൾ ടോട്ടലായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഏത് രീതിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കണം. അപ്പോൾ ഇന്നോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീരുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും ഒരുവിധം സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് കാര്യങ്ങളല്ലാതെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ എങ്ങനെ പഠിക്കും? പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഓഗസ്റ്റിൽ നമ്മൾ എന്തായാലും സിലബസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റിവിഷൻ നടത്തും. അപ്പോൾ അതിലാണ് MCQ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഇട്ടേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ റിസർവ്, പ്രൊവിഷൻ എന്നിവയൊക്കെ ഇതിലും വരുന്നുണ്ട്. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കാണാത്തവർ അത് കാണുക. കൂടാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും അതിൻ്റെ MCQ ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ട് നേരത്തെ. അത് കാണാത്തവർ അതും കാണുക. അതിനുശേഷം ഇത് കണ്ടാലും മതിയാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ ഇത് ഞാൻ ഈ PDF എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അടുത്ത് തന്നെ ഇടും. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി എക്സാമിന് അധികം നാളൊന്നുമില്ല, ഒരു മാസമേ ഉള്ളൂ. ആ രീതിയിൽ എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് കൂട്ടുകാർക്കും കൂടി, പഠിക്കുന്ന കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ്. ഇതിനു മുമ്പ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിങ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും +1 ടെക്സ്റ്റിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം എന്ന രീതിയിൽ കുഞ്ഞു കാര്യങ്ങളായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഒന്നും അറിയില്ലാത്തവർ ആദ്യം ആ വീഡിയോ ഒന്ന് കാണും. അതിനുശേഷം ഇതിലേക്ക് വരിക. ഇതിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, ഇത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, BComൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. 4th സെമ്മിലാണ് ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനീസ് വരുന്നത്. ഇതിൽ ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞ ഫോർമാറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഷെഡ്യൂൾ 3 ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ആ ഫോർമാറ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത് പഠിക്കുക. അതിൻ്റെ തന്നെ MCQ ഇട്ടിട്ടുണ്ട്. അപ്പോൾ MCQ നോക്കാൻ പറ്റുന്നവർ MCQ നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൻ്റെ ലിങ്കൊക്കെ. അതിനുശേഷം ഇത് കാണുക. ഇതിൽ കുറച്ച് ടേംസിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്ത് ഞാൻ പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഷെഡ്യൂൾ 3 പറയുന്നുണ്ട്. ഷെഡ്യൂൾ 3 എന്താണ്? ഷെഡ്യൂൾ 3യുടെ ഫോർമാറ്റാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് നോക്കാം. ആദ്യം എന്താ പറയുന്നതെന്ന് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ. എ കമ്പനി ലൈക്ക് എനി അതർ ഓർഗനൈസേഷൻ മസ്റ്റ് പ്രിപ്പയർ ഇറ്റ്സ് ഫൈനൽ അക്കൗണ്ട്സ് ആനുവലി. ആനുവലി എന്ത് പ്രിപ്പയർ ചെയ്യണം? എല്ലാ ഓർഗനൈസേഷനെയും പോലെ തന്നെ കമ്പനിയും ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട് അണ്ടർ സെക്ഷൻ 210 ഓഫ് ദ കമ്പനീസ് ആക്ട്. സെക്ഷൻ ഏതാണ് ഫൈനൽ അക്കൗണ്ടിൻ്റെ? അണ്ടർ സെക്ഷൻ 210 ആണ്. ഫൈനൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി കൺസിസ്റ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസിൽ വരുന്നുണ്ട്. ഇനി ബാലൻസ് ഷീറ്റ്. The company's balance sheet must be prepared according to the prescribed form given in Part 1, Schedule 6 of Companies Act. Schedule 6 Part 1 അനുസരിച്ചാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷെഡ്യൂൾ 3 ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റുകൾ, ഞാനൊക്കെ പഠിച്ചപ്പോൾ വേറെ രീതിയിലായിരുന്നു. പുതിയ ടെക്സ്റ്റ്, BComൻ്റെ ഒക്കെ പുതിയ ടെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഒരു ഘട്ടം ഘട്ടമായിട്ട് ഷെഡ്യൂൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫോർമാറ്റ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഫോർമാറ്റ് ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മാത്രം മതി. ഷെഡ്യൂൾ 3 എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. അല്ലാതെ ഫോർമാറ്റ് എഴുതാനൊന്നും നമുക്ക് എക്സാമിന് വരില്ല. എന്നാലും നിങ്ങൾ പഠിക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഇനി
ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കമ്പനീസ് ബാലൻസ് ഷീറ്റ് ആൻഡ് ഫേംസ് ബാലൻസ് ഷീറ്റ് എന്തൊക്കെയാണ്? ഫേം എന്ന് പറയുന്നത് ഏതാ? പാർട്ട്ണർഷിപ്പ് ഫേം. കമ്പനി അറിയാലോ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും ഫേമിൻ്റെ ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നോക്കുന്നത്. എ കമ്പനി ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ഓഫ് പെർമനൻസ് ഓർഡറിലാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് എ പാർട്ട്ണർഷിപ്പ് ഫേംസ് or sole proprietors balance sheet is prepared in the order of liquidity. ഇപ്പോൾ കമ്പനിയുടെ പെർമനൻസ് എന്ന് വെച്ചാൽ പെർമനൻറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഫിക്സഡ് അസറ്റ് ഒക്കെ ആദ്യം വരും. മറ്റേടത്താണെങ്കിലോ ലിക്വിഡിറ്റി, ക്യാഷ് ഒക്കെ ആയിരിക്കും ആദ്യം വരുന്നത്. Then a company's balance sheet must be prepared in the prescribed form given under Companies Act. Companies Actന്റെ കീഴിൽ പറയുന്ന prescribed ഫോമിൽ വേണം കമ്പനീസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുവാൻ. But there is no standard form prescribed under the Indian Partnership Act for the preparation of firms balance sheet. Firms balance sheet പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രത്യേക സ്റ്റാൻഡേർഡ് ഒന്നും ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. Last difference, in case of company's balance sheet, previous year's figures are required to be given. Previous year's figures എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം. പക്ഷേ whereas it is not required in case of firm's balance sheet. Firm's balance sheetൽ അങ്ങനെ വേണം നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പം രണ്ട് ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ഇനി എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആദ്യം തന്നെ എല്ലാവരും കാണുക കേട്ടോ. ഓക്കെ, Companies Act does not give any fixed form of profit and loss account. It is not necessary to separate the profit and loss account in three parts, namely trading account, profit and loss account and profit and loss appropriation account. അതായത് കമ്പനി ആക്റ്റിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഫോം ഒന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റി പറയുന്നില്ല. പിന്നെ അത് കൂടാതെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതും നെസസറി അല്ല, ആവശ്യമില്ല എന്നാണ് പറയുന്നത്. Only one profit and loss account is prepared, but it is prepared in three sections. ടോപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ടോപ്പ് സെക്ഷനിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടില്ല, അത് തന്നെ. ദെൻ മിഡിൽ സെക്ഷനിൽ നിന്ന് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആൻഡ് ദ ബോട്ടം സെക്ഷൻ ടു ഷോ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ കാണിക്കുവാനാണ് ബോട്ടം സെക്ഷൻ, അതായത് P&L അപ്രോപ്രിയേഷൻ വരുന്നത്. ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസ് ആർ നോൺ ആസ് ഐറ്റം എബവ് ദ ലൈൻ. അതിന് നമ്മൾ എബവ് ദ ലൈൻ ഉള്ളത് ഏതാണ്? ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അപ്പോൾ ബിലോ ദ ലൈൻ ഉള്ളത് ഏതായിരിക്കും? അപ്രോപ്രിയേഷൻ ഐറ്റം ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് സെക്ഷനും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. 2. ട്രാൻസ്ഫർ ടു റിസർവ്, അതായത് റീറ്റെയിൻഡ് ഏർണിംഗ്. പിന്നെയോ ഇൻഡിരം ഡിവിഡൻറ്റ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് ക്യാരിഡ് ടു ബാലൻസ് ഷീറ്റ്. റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ്? ബൈ ലാസ്റ്റ് ഇയേഴ്സ് ബാലൻസ്, അതായത് നെറ്റ് പ്രോഫിറ്റ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഫോർ കറൻറ്റ് ഇയർ, പ്രൊവിഷൻ നോ ലോങ്ങർ റിക്വയർഡ്, എക്സസ് ഉണ്ടെങ്കിൽ റിസർവ് നോ ലോങ്ങർ റിക്വയർഡ് എക്സസ്. The account showing the disposal of divisible profit is called profit and loss appropriation account. Credit balance of P&L appropriation account is shown on the liability side of balance sheet under the head reserves and surplus. Reserves and surplus ന്റെ കീഴിലാണ് കാണിക്കുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലായിരിക്കണം കാണിക്കേണ്ടത്. ഇനി എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? എക്സ്പെൻസസ്, ലോസസ്, ഇൻകം ആൻഡ് ഗെയിൻസ്. P&L കാണിക്കുന്നത് ഏതാ? കറൻറ്റ് ഇയറിലെ എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഗെയിൻ. P&L അപ്രോപ്രിയേഷനിലോ ബാലൻസ് ഓഫ് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്, കറൻറ്റ് ഇയർ പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ. ദെൻ P&L നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് കാണിക്കുന്നത്. ഇവിടെയോ അപ്രോപ്രിയേറ്റ് ചെയ്ത ടോട്ടൽ പ്രോഫിറ്റ് ആയിരിക്കും കാണിക്കുന്നത്. P&L അക്കൗണ്ടിൽ ബാലൻസ് എന്ത് ചെയ്യും? P&L അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യും. പക്ഷേ മറ്റേടത്തോ P&L അപ്രോപ്രിയേഷനിൽ ബാലൻസ് ക്ലോസ് ചെയ്യുന്നില്ല, അത് ഇയർ ടു ഇയർ ക്യാരി ഫോർവേഡേ ചെയ്യുന്നുള്ളൂ. പിന്നെ P&L ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് എന്നൊന്നുമില്ല. P&L അപ്രോപ്രിയേഷനിൽ ഓപ്പണിംഗ് ബാലൻസും ഉണ്ടാകും, ക്ലോസിംഗ് ബാലൻസും ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം നമ്മൾ BCom പഠിച്ചേക്കുന്നതാണ്. പ്രോബ്ലംസ് ഒന്നും അത്രയും ട്രേഡിങ്, P&L അപ്രോപ്രിയേഷൻ, ബാലൻസ് ഷീറ്റ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ചിലപ്പോൾ മിക്കവാറും റിസർവിൻ്റെയൊക്കെ ഓരോന്ന് കാണാറ്, റിസർവ് മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ
നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ റിസർവായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ, റിസർവാണോ പ്രൊവിഷനാണോ ഏതോ ആയി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഞാനത് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണുക എല്ലാവരും. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് അത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. P&L അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ജനറലി പ്രിപ്പയർഡ് ഇൻ ദ ബുക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിനാണ്. അപ്രോപ്രിയേഷൻ ഓഫ് കമ്പനി. ദെൻ P&L അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ഷോ ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് അസെറ്റ് ആൻഡ് ലൈബിലിറ്റി ഓഫ് ദ ഫേം. ഫേമിൻ്റെ അസറ്റിലെ ലൈബിലിറ്റിയിലും ഉണ്ടാകുന്ന ചേഞ്ചസ്. അപ്രോപ്രിയേഷനോ prepared to show the appropriation of net profit ഉണ്ടാകുന്ന appropriation. Then P&L adjustment account necessary at the time of admission or retirement or death of a partner. എപ്പോഴൊക്കെയാണ് P&L adjustment വരുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്മിഷൻ ടൈമിൽ, റിട്ടയർമെൻറ്റ് ടൈമിൽ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ഡെത്ത് ടൈമിലാണ് നമ്മൾ നോക്കുന്നത്. പാർട്ട്ണർഷിപ്പ് പഠിച്ചപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചതാണ്. ദെൻ P&L അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണിത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദ ബാലൻസ് റെപ്രസെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റി. മറ്റേടുത്ത് ദ ബാലൻസ് വിൽ ബി നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ P&L അഡ്ജസ്റ്റ്മെൻറ്റിലെ ബാലൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ആവാം. P&L അപ്രോപ്രിയേഷനിലെ ബാലൻസ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. Last one, the balance will be shared by all partners in the profit sharing ratio. P&L അഡ്ജസ്റ്റ്മെൻറ്റിലെ ബാലൻസ് എന്ത് ചെയ്യും? എല്ലാവരും കൂടി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്തെടുക്കും, പാർട്ട്നേഴ്സ് എല്ലാവരും. P&L അപ്രോപ്രിയേഷനിലാണെങ്കിലോ the balance is carried to balance ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ആൻഡ് ഷോൺ ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. ഓക്കെ, ഇനി നമുക്ക് റിസർവ്സ് എന്താണ്, പ്രൊവിഷൻസ് എന്താണെന്ന് നോക്കാം. റിസർവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. നമ്മളുടെ 108/2021 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൻ്റെ ഡിസ്കഷൻ നമ്മളൊരു 10 ക്ലാസ്സോളം ചെയ്തിട്ടുണ്ട്. അതിലതായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് നോക്കുക, കാണാൻ പറ്റുന്നവർ ആ വീഡിയോവും കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ക്യാപിറ്റൽ റിസർവ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ റവന്യൂ റിസർവ് എന്തിന് യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു MCQ ക്വസ്റ്റ്യൻസ് വരും. എന്താണ് റിസർവ് എന്ന് പറയുന്നത്? Reserves are amount set aside out of profit which are not meant to meet any loss or non-liability. ഏതെങ്കിലും ലോസോ അല്ലെങ്കിൽ ലൈബിലിറ്റിയോ അതൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല റിസർവ് എന്ന എമൗണ്ട്. ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. ചെറുതാക്കി പറഞ്ഞ് എന്ത് പറയും? ഇറ്റ് ഈസ് അക്യുമുലേറ്റഡ് ഓർ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് 3 തരം ക്യാപിറ്റൽ റിസർവും റവന്യൂ റിസർവും സീക്രട്ട് റിസർവുമാണ് പഠിക്കാനുള്ളത്. എന്താണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ റിസർവ്സ് റെഫർ ടു ദോസ് റിസർവ് വിച്ച് ആർ ക്രിയേറ്റഡ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിസർവാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആർ ദോസ് പ്രോഫിറ്റ് വിച്ച് ആർ നോട്ട് ഏൺഡ് ഫ്രം നോർമൽ ബിസിനസ് ഓപ്പറേഷൻ. ദീസ് ആർ നോട്ട് അവൈലബിൾ ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ്. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നതോ നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്നതല്ല. അതുകൊണ്ടത് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കി. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇൻക്ലൂഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കണ്ടോ, ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. പിന്നെയോ പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്, പ്രീ ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ്, profit on revaluation of fixed assets, profit on purchase or acquisition of assets or business, security premium, etc. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ പ്രോഫിറ്റ് അപ്പോൾ നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്നതല്ല. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. Capital reserve represent undistributed profit. This means that these are not available for distribution of dividend. നമ്മൾ ആദ്യം പറഞ്ഞു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഈ പ്രോഫിറ്റ് എടുക്കില്ല. ഇനി എന്താണ് റവന്യൂ റിസർവ് എന്ന് പറയുന്നത്? Revenue reserves are those reserves which are created out of revenue profit. Revenue profit il ninnu create ചെയ്യുന്ന റിസർവ് ആണ് റവന്യൂ റിസർവ്.
റവന്യൂ പ്രോഫിറ്റ് ആർ ദോസ് പ്രോഫിറ്റ് വിച്ച് ആർ ഏൺഡ് ഫ്രം നോർമൽ ബിസിനസ് ഓപ്പറേഷൻ. സാധാരണ ഡെയിലി നടക്കുന്ന ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് റവന്യൂ പ്രോഫിറ്റ്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് പറയും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയും. അതായത് നോർമൽ ഓപ്പറേഷൻ, നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി റവന്യൂ റിസർവ്സ് ആർ ബിൽറ്റ് ഔട്ട് ഓഫ് അപ്രോപ്രിയേഷൻ ഫ്രം ഡിവിസിബിൾ പ്രോഫിറ്റ്. ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് ഒരു അപ്രോപ്രിയേഷൻ എടുത്തിട്ടാണ് സാധാരണ നമ്മൾ റവന്യൂ പ്രോഫിറ്റ് ഉണ്ടാക്കാറ്. ദീസ് ആർ അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ഓർ ബോണസ് ഷെയർസ്. ഇത് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി റവന്യൂ റിസർവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. എങ്ങനെ? ജനറൽ റിസർവ് എന്നും സ്പെസിഫിക് റിസർവ് എന്നും. എന്താണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്? This reserve which is not created for specific purpose. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടല്ല ക്രിയേറ്റ് ചെയ്തത്, അതിനെ നമ്മൾ ജനറൽ എന്ന് പറയുന്നു. എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് റിസർവ് ഫണ്ട്, കണ്ടിജൻസി റിസർവ്, ജനറൽ റിസർവ് എക്സെട്ര. ദീസ് ആർ ഫ്രീ റിസർവ്. അപ്പോൾ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവാണ് ജനറൽ റിസർവ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കി വയ്ക്കണം. റിസർവ് ഫണ്ട്, കണ്ടിജൻസി റിസർവ്. അപ്പോൾ കണ്ടിജൻസി റിസർവ് ഏതിൻ്റെ കീഴിൽ വരുന്നു? ജനറൽ റിസർവിൻ്റെ കീഴിലാണ് വരുന്നത്. അങ്ങനെ ചോദിക്കും. ഇനി സ്പെസിഫിക് റിസർവ് എന്തായിരിക്കും? അപ്പം ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിസർവാണ് സ്പെസിഫിക് റിസർവ്. അപ്പോൾ കണ്ടോ, ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ട് ഫാൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ റിസർവാണ് ഇത് മീറ്റ് ചെയ്യുന്നതാണ് ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത്. ഇനി അനദർ എക്സാമ്പിൾ ഈസ് sinking fund or debenture redemption reserve. This is created to redeem debenture. കണ്ടോ, ഡിബഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അതും സ്പെസിഫിക്കിൽ വരുന്നതാണ്. പിന്നെയോ അതർ സ്പെസിഫിക് റിസർവ്സ് ആർ ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് റിസർവ് എക്സെട്ര. അപ്പോൾ ഈ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? ഡെവലപ്മെൻറ്റ് റിബേറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ്, എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്. അതൊക്കെ സ്പെസിഫിക്കിലാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ പാതി ഏതൊക്കെ നമ്മൾ പഠിച്ചു? ക്യാപിറ്റൽ പഠിച്ചു, ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ്. റവന്യൂ റിസർവിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, ജനറൽ റിസർവ് എന്ന് സ്പെസിഫിക്. മൂന്നാമത്തെ ആളാണ് സീക്രട്ട് റിസർവ്. സീക്രട്ട് റിസർവ് മീൻ എ റിസർവ് വിച്ച് ഇസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ബൈ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇറ്റ് വിൽ ബി റിവീൽഡ് ഓൺലി വെൻ എ കറക്റ്റ് വാല്യുവേഷൻ ഈസ് മെയ്ഡ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. എപ്പോഴാണ്? അസറ്റിലും ലയബിലിറ്റിയും കറക്റ്റായിട്ട് വാല്യൂ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് റിവീൽ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റിസർവ് കഴിഞ്ഞു. ഇനി എന്താണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്? പ്രൊവിഷൻ ഈസ് ടു മീറ്റ് ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ഓർ എക്സ്പെൻസസ്. ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത ലോസസും എക്സ്പെൻസൊക്കെ വരുമ്പോഴാണ്, ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ഓർ എക്സ്പെൻസ് വരുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതായത് അൺസർട്ടൺ, നമുക്ക് അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് മീറ്റ് ചെയ്യേണ്ട വരും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുൻകൂറായിട്ട് എന്ത് ചെയ്യും? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം എ നോൺ ലയബിലിറ്റി ബട്ട് ദ എമൗണ്ട് ഓഫ് വിച്ച് ഈസ് അൺനോൺ. കണ്ടോ, ഒരു നോൺ ലയബിലിറ്റിക്ക് വേണ്ടി, ലയബിലിറ്റി വരുന്നത് നമുക്കറിയാം, പക്ഷേ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. Provision is created to cover a loss in the value of assets or losses or expenses. Other example of provision are provision for bad and doubtful debt. കണ്ടോ, ബാഡ് ഡെപ്റ്റ് വന്നു, ഇപ്പോൾ കിട്ടാക്കടം വന്നു, ഇപ്പോൾ നമ്മുടെ ഡെപ്റ്റർ നമുക്ക് തരില്ല എന്ന് തോന്നി. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡിപ്രിസിയേഷന് വേണ്ടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെയോ പ്രൊവിഷൻ ഫോർ പേയൂസ് എക്സെട്ര. Provision is a charge against profit, hence it is debited to P&L account. Provision നമ്മൾ എന്ത് ചെയ്യുന്നു? P&L accountൽ ഡെബിറ്റ് ചെയ്യുന്നു. The aim of provision is not to strengthen the financial position of the business, but to cover an expected future loss. ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു ഫ്യൂച്ചർ ലോസ്, എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യം റിസർവ് നോക്കാം, എന്നിട്ട് പ്രൊവിഷൻ അങ്ങനെ വായിക്കാം. റിസർവ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് P&L അപ്രോപ്രിയേഷനിൽ ഡെബിറ്റ് ചെയ്യുന്നു. പ്രൊവിഷൻ എന്ന് പറയുന്നതോ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് അത് P&L ഡെബിറ്റ് ചെയ്യുന്നു.
പിന്നെ പ്രോഫിറ്റ് എങ്ങനെയാണ്? ഇറ്റ് നീഡ് നോട്ട് ബി ക്രിയേറ്റഡ് വെൻ പ്രോഫിറ്റ്സ് ആർ ഇൻആഡിക്വേറ്റ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രൊവിഷൻ എങ്ങനെയാണ്? പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ റിസർവ് ഇറ്റ് നീഡ് നോട്ട് നെസസറിലി ബി ക്രിയേറ്റഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. കണ്ടോ, ജനറലായിട്ട് നമുക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചില്ലേ? പക്ഷേ പ്രൊവിഷൻ എങ്ങനെയാണ്? ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രിസിയേഷന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ, അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ റിസർവ് എവിടെ കാണിക്കണം? ലൈബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ് കാണിക്കേണ്ടത്. പ്രൊവിഷനോ ഡിഡക്ഷൻ ആയിട്ടാണ് കാണിക്കേണ്ടത്. ദെൻ റിസർവ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്. നമുക്ക് ബിസിനസ്സിന് പുറത്തും ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ പ്രൊവിഷൻ അങ്ങനെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. റിസർവ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി യൂസ് ചെയ്യാം, പക്ഷേ പ്രൊവിഷൻ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ റിസർവ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ. പക്ഷേ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ ലോസുകൾ മീറ്റ് ചെയ്യാനാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഡിപ്രിസിയേഷൻ്റെ കാര്യം പഠിക്കാനുണ്ട്. അതിന് തൊട്ട് മുമ്പ് നോക്കിയേ, റിസർവും പ്രൊവിഷനും തമ്മിൽ ഗ്രേറ്റർ സിമിലാരിറ്റി ഉണ്ട്. എന്ത് കേസിലാണെന്ന് നോക്കിയേ, ബോത്ത് ഓഫ് ദം ആർ കെപ്റ്റ് ഫോർ മീറ്റിംഗ് ഫ്യൂച്ചർ കണ്ടിജൻസി. രണ്ടും ഫ്യൂച്ചർ കണ്ടിജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെയോ ദേ ഒറിജിനേറ്റ് ഫ്രം സെയിം സോഴ്സ്, നെയിംലി പ്രോഫിറ്റ്. രണ്ട് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്ന? പ്രോഫിറ്റിൽ നിന്നാണ്. പ്രൊവിഷൻ ദാറ്റ് അൾട്ടിമേറ്റ്ലി പ്രൂവ് ടു ബി ഇൻ എക്സസ് ഓഫ് റിക്വയർമെൻറ്റ് ആർ ട്രീറ്റഡ് ആസ് റിസർവ്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് കണ്ടോ, അതായത് കൂടുതലായിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രൊവിഷൻ ദാറ്റ് അൾട്ടിമേറ്റ്ലി പ്രൂവ് ടു ബി ഇൻ എക്സസ് ഓഫ് റിക്വയർമെൻറ്റ് ആർ ട്രീറ്റഡ് ആസ് റിസർവ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യാം. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റംസ്, കുറച്ച് ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഡിപ്രിസിയേഷൻ എങ്ങനെയാണ്? ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പറയുന്നത്. ഡിവിഡൻഡ് ക്യാൻ ബി ഡിക്ലെയർഡ് ഓർ പെയ്ഡ് ബൈ എ കമ്പനി ഓൺലി ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് അറൈവ്ഡ് അറ്റ് ആഫ്റ്റർ ചാർജിങ് ഡിപ്രിസിയേഷൻ അറ്റ് സ്പെഷ്യൽ റേറ്റ്. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാവുള്ളൂ. Managerial commission or remuneration should also be determined on the net profit after charging depreciation. Managerial commission എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിന് വേണം ചെയ്യാൻ. മാനേജീരിയൽ കമ്മീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനേജീരിയൽ കമ്മീഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരെ എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞിട്ട് തന്നെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് എല്ലാവരും കാണുക കേട്ടോ. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ വരുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുമ്പോൾ കണ്ടാൽ മതി. ഇനി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് ഡിഡക്ഷൻ ഫ്രം ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൽ നിന്ന് കുറച്ചിട്ടല്ലേ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കാറ്. ഇഫ് ദ ഡിപ്രിസിയേഷൻ അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു P&L ഓൺലി. ട്രയൽ ബാലൻസിലാണ് ഡിപ്രിസിയേഷൻ എന്ന് തന്നിരിക്കുന്നതെങ്കിൽ അത് P&L അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്താൽ മാത്രം മതി. Then if it appears under adjustment, it is debited to P&L account. Then it is added with the opening balance of accumulated depreciation if any, and the total depreciation is deducted from the original cost of the asset in balance sheet. Balance sheet le original asset കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അത് അസറ്റ് സൈഡിലാണ് അപ്പോൾ കാണിക്കുന്നത്, അസറ്റിൽ നിന്ന് കുറയ്ക്കുന്നതായിട്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. Usually interest on debenture is paid half yearly. The interest for the accounting year should be debited to P&L account. Half yearly ആണ് പേ ചെയ്യുന്നത്, അതവിടെ ഡെബിറ്റ് ചെയ്യണം P&L അക്കൗണ്ടിൽ. ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് മസ്റ്റ് ഓൾസോ ബി ഡെബിറ്റഡ്. ദ ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് കറണ്ട് ലൈബിലിറ്റി ആൻഡ് പ്രൊവിഷൻ. ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കണം ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റിയിലല്ലേ വരുന്നത് അത്. Then debenture is shown under the head secured loans on the liability. ഏതിൻ്റെ കീഴിലാണ് ഡിബഞ്ചർ വരിക? സെക്യൂർഡ് ലോണിൻ്റെ കീഴിലാണ് വരുന്നത്. അത് നമുക്ക് ആ ഫോർമാറ്റ് പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി ഇൻകം ടാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻകം ടാക്സിൻ്റെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഉണ്ട്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഉണ്ട്, പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷനും ഉണ്ട്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ TDS എന്ന് നമ്മൾ പറയും. എന്താണത്? ഇപ്പം നമുക്കൊരു സാലറി ഉണ്ട്, ഇതിനും കൂടുതലാണ് സാലറി എങ്കിൽ സാലറി പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ TDS ടാക്സ് ആ സോഴ്സിൽ വെച്ച് തന്നെ ഡിഡക്റ്റ് ചെയ്യും.
അല്ലേ? അതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് നേരത്തെ പേ ചെയ്യും. ഇനി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് വെച്ചാലോ, നോക്കിയേ, ഇൻകം ടാക്സ് ഈസ് പേയബിൾ ഇൻ ദ അസസ്മെൻറ്റ് ഇയർ ഓൺ ദ ഇൻകം ഏൺഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയറിലാണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ കംപ്ലീറ്റ് ദ അസസ്മെൻറ്റ് ലോങ് ടൈം ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. ദെർഫോർ ദ കമ്പനി വിൽ എസ്റ്റിമേറ്റ് ദ ടാക്സ് പേയബിൾ ആൻഡ് ഓൺ ദിസ് ബേസിസ് ഇറ്റ് വിൽ മേക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഒരു കമ്പനിയുടെ കേസ് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് അറിയാം ടാക്സ് പേ ചെയ്യണം എന്നുള്ളത് അറിയാം, അല്ലേ? പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അടുത്തവർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷനിൽ വരുന്നത്. അടുത്തത് കോൺട്രിബ്യൂഷൻ ഓർ ഡൊണേഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി. Any contribution or donation to any political party must be disclosed separately in the profit and loss account. എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. According to section 293, government companies and company which have been in existence for less than 3 years are not allowed to make any political donation or contribution. അപ്പോൾ മിനിമം 3 years ആയിരിക്കണം. ഏത്? സെക്ഷൻ 293 വച്ചിട്ട്. Other company are allowed to make political contribution in a financial year not exceeding 5% of its average profit. എത്ര ആവറേജ് പ്രോഫിറ്റ്? മാക്സിമം 5%. എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? Those profit which are legally made available to shareholders by way of dividend are divisible profit. ഷെയർഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് പാർട്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ആർ അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഡിവിഡൻഡ്. ഡിവിസിബിൾ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ഓൺലി വെൻ കമ്പനി ഏൺസ് നെറ്റ് പ്രോഫിറ്റ്. എപ്പോൾ മാത്രം? കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ്സ് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിവിസിബിൾ പ്രോഫിറ്റ് ഡു നോട്ട് ഇൻക്ലൂഡ് പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് അതർ പ്രോഫിറ്റ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ. അതിൽ അസറ്റ് റിവാലുവേഷനിൽ നിന്ന് കിട്ടിയത് പിന്നെ ക്യാപിറ്റൽ നേച്ചറിലുള്ള ഉണ്ടായ പ്രോഫിറ്റ് ഒന്നും ഡിവിസിബിൾ പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനി എന്താണ് ഡിവിഡൻഡ്? The divisible profit of a company is distributed among the shareholders of a company on the basis of their numbers held. This is called a dividend. ഓരോ ഷെയർ ഹോൾഡേഴ്സിനും അവരെത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഹെൽഡ് ചെയ്യുന്നത്, കയ്യിൽ വയ്ക്കുന്നത്, അതനുസരിച്ച് കമ്പനി എന്ത് ചെയ്യും? ഡിവിസിബിൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. Thus dividend simply means the amount of divisible profit distributed among the shareholders. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിവിസിബിൾ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. The board of directors will recommend the amount of profit to be distributed as dividend. ആരാ അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ആൾ? എത്ര രൂപ വേണം, എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. Then dividends cannot be paid out of capital profit. Dividends എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് പേ ചെയ്യാൻ സാധിക്കില്ല. It should be paid out of accumulated profit. ഏതിൽ നിന്ന് വേണം? അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് വേണം പേ ചെയ്യാൻ. പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഫസ്റ്റ്. ആദ്യം പ്രിഫറൻസ് ഡിവിഡൻഡ്, നമ്മൾ പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർസിനാണ് ആദ്യം പേ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് വേണം ആദ്യം പേ ചെയ്യാൻ. ഇക്വിറ്റി ഡിവിഡൻഡ് വിൽ ബി പെയ്ഡ് ഓൺലി ആഫ്റ്റർ ദ പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഇൻ ഫുൾ. ഇക്വിറ്റി ഡിവിഡൻഡ് അതിനുശേഷം പേ ചെയ്യാം. ഇഫ് ദെയർ ആർ കോൾ ഇൻ അരിയേഴ്സ് ഡിവിഡൻഡ് വിൽ ബി പെയ്ഡ് ഓൺ ദ എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. കോൾ ഇൻ അരിയേഴ്സ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് എത്രയാണോ ഷെയർസിന് എത്രയാണോ അരിയേഴ്സ് ഇല്ലാതെ ആക്ച്വലി ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിരിക്കുന്നത് അതിനുള്ള ഡിവിഡൻഡ് അവർക്ക് കൊടുക്കാം. ഇനി സോഴ്സസ് ഓഫ് ഡിവിഡൻഡ് ഏതൊക്കെയാണ്? 4 സോഴ്സസ് ആണുള്ളത്. ഒന്നാമത്തെ കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ ഡിപ്രിസിയേഷൻ, ദെൻ പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ ഡിപ്രിസിയേഷൻ, ബോത്ത് കറൻറ്റ് ഇയേഴ്സ് ആൻഡ് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്, മണി പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ പേഴ്സുവൻസ് ഓഫ് എ ഗ്യാരണ്ടി ഗിവൺ ദാറ്റ് ബൈ ദാറ്റ് ഗവൺമെൻറ്. ഇനി ഡിവിഡൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന്, ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? ക്യാപിറ്റലിൽ നിന്ന് കണ്ടോ, എവിടെയായിരുന്നു? ഡിവിഡൻറ്റിൽ തന്നെ പറഞ്ഞായിരുന്നു. ക്യാപിറ്റൽ റിസർവിൽ നിന്ന് സെക്കൻഡ് പാരഗ്രാഫിൽ ഫസ്റ്റ് പറഞ്ഞിട്ടല്ലേ, ക്യാപിറ്റൽ റിസർവിൽ നിന്ന് ഡിവിഡൻറ്റ് പേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ഡിവിഡൻറ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? നോക്കി,
ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓൺലി. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ഇഫ് ദേ ആർ റിയലൈസ്ഡ് ഇൻ ക്യാഷിലാണ് റിയലൈസ് ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ദ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് സർപ്ലസ് റിമെയിൻ ആഫ്റ്റർ റിവാലുവേഷൻ ഓഫ് ഓൾ ദ അസറ്റ്സ് ആൻഡ് ദ ലയബിലിറ്റി ഓഫ് ദ കമ്പനിയുടെ അസറ്റ് ലയബിലിറ്റിയൊക്കെ റിവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സർപ്ലസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാം. If capital profit are transferred to capital reserve, they will not be available for dividend. Capital profit capital reserve-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യാൻ സാധിക്കില്ല. However, there are certain capital profit which are not at all available for dividend. ഇപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഫുള്ളായിട്ട് ഡിവിഡൻറ്റിന് കൊടുക്കാൻ അവൈലബിൾ അല്ലാത്ത ക്യാപിറ്റൽ പ്രോഫിറ്റും ഉണ്ട്. അതാണ് വിച്ച് ആർ നോട്ട് അറ്റ് ഓൾ അവൈലബിൾ ഫോർ ഡിവിഡൻറ്റ്. ഏതൊക്കെയാണ്? സെക്യൂരിറ്റി പ്രീമിയം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, പ്രോഫിറ്റ്സ് ലെഫ്റ്റ് ആഫ്റ്റർ ദ റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ്. ഇനി ടേംസ് റിലേറ്റിംഗ് ടു ഡിവിഡൻറ്റ് പലതരമുണ്ട്. ഏതൊക്കെയാണ്? പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, ഇൻറ്റിരം ഡിവിഡൻറ്റ്, ദെൻ ഫൈനൽ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ആനുവൽ ഡിവിഡൻറ്റ്. എന്താണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്? പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഈസ് ദ ഡിവിഡൻറ്റ് റെക്കമെൻഡഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഡിവിഡൻ്റ് ആണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്. വെൻ ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ്, ഇറ്റ് ബിക്കം ഫൈനൽ ഡിവിഡൻറ്റ് ഓർ ഡിക്ലെയർഡ് ഡിവിഡൻറ്റ്. അത് കഴിഞ്ഞിട്ടിപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്തു ഇത്രയും ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ഷെയർ ഹോൾഡേഴ്സ് ആനുവൽ ജനറൽ മീറ്റിംഗിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പിന്നെ എന്ത് വിളിക്കും? ഫൈനൽ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ഡിക്ലെയർഡ് ഡിവിഡൻറ്റ്. ബട്ട് ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഡിക്ലെയർഡ് കനോട്ട് എക്സീഡ് ദ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്. എന്നിട്ടോ ആ റേറ്റ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിനേക്കാളും കൂടാനും പാടില്ല. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞ ഇതിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ. Proposed dividend should be debited to P&L appropriation account and shown on liability side of balance sheet under the head provision. Liability side balance sheet liability side provision കീഴിൽ കാണിക്കണം. കൂടാതെ P&L appropriation ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇൻറ്റിരം ഡിവിഡൻറ്റ് എന്താണ്? ഇൻറ്റിരം മീൻസ് ഡ്യൂറിങ് ഓർ ഇൻ ബിറ്റ്വീൻ ഓർ പ്രൊവിഷണൽ. ഇൻറ്റിരം ഡിവിഡൻറ്റ് റെഫേഴ്സ് ടു ദ ഡിവിഡൻറ്റ് പെയ്ഡ് ബൈ ദ കമ്പനി ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇടയിലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡിവിഡൻ്റാണ് ഇത് ഇൻറ്റിരം ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഇടയിലല്ലേ, ബിറ്റ്വീനിലല്ലേ, അപ്പോൾ 2 ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിലായിരിക്കും അത് ഡിക്ലെയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഇയർ ബിഫോർ the ascertainment of profit for the year. It is usually paid for 6 months. When the interim dividend is paid, the following journal entry in the interim dividend account attached to bank. In payment of interim dividend must be authorized by articles പറഞ്ഞിരിക്കണം. Interim dividend should be declared only when the company has made substantial profit during the first half of the year. Interim dividend in betweenലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. Payment of interim dividend does not require the approval of the shareholders. A mere resolution of the board of directors to pay interim dividend is sufficient. Shareholdersന്റെ അപ്രൂവൽ വേണമെന്നൊന്നുമില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു റെസൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഇൻറ്റിരം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാം. ദ ലാസ്റ്റ് വൺ ഈസ് ഫൈനൽ ഡിവിഡൻറ്റ്. Final dividend is the dividend which is proposed and declared at the end of the accounting year after the close of book of account. Accounting year ഏറ്റവും അവസാനം ബുക്ക് ഓഫ് അക്കൗണ്ട് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഫൈനൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് പെയ്ഡ് ഇൻ അഡീഷൻ ടു ദ ഇൻറ്റിരം ഡിവിഡൻറ്റ് ആൻഡ് ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ഇൻറ്റിരം ഡിവിഡൻറ്റ് അൺലെസ് ദ റെസൊല്യൂഷൻ മെൻഷൻസ് ഈ സ്പെസിഫിക്കലി. എന്താ ഇത് ഇൻറ്റിരം ഡിവിഡൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പേ ചെയ്യുന്നത് അഡീഷനായിട്ട്. ഓക്കെ. പിന്നെയോ ഇപ്പോൾ റെസൊല്യൂഷനിലൊന്നും പറയുന്നില്ലെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി എന്താണ് അൺക്ലെയിംഡ് ഡിവിഡൻറ്റ്? നാലാമത്തെ കണ്ടോ. അൺക്ലെയിംഡ് ഡിവിഡൻറ്റ് റെഫേഴ്സ് ടു ഡിവിഡൻറ്റ് നോട്ട് യെറ്റ് ക്ലെയിംഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഇതുവരെ
ക്ലെയിം ചെയ്തിട്ടില്ല. ദ ഡിക്ലെയർഡ് ഡിവിഡൻഡ് മസ്റ്റ് ബി പെയ്ഡ് വിത്തിൻ 30 days ഓഫ് ഡിക്ലറേഷൻ. എത്ര ദിവസത്തിനുള്ളിൽ? വിത്തിൻ 30. ഡിക്ലറേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഡിക്ലെയർ ചെയ്തിരിക്കണം, ഡിവിഡൻഡ് പേ ചെയ്തിരിക്കണം. എനി ഡിവിഡൻഡ് വിച്ച് റിമെയിൻസ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് വിത്തിൻ 30 days ഓഫ് ഡിക്ലറേഷൻ മസ്റ്റ് ബി ഡിപ്പോസിറ്റഡ് ഇൻ ദ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക് വിത്തിൻ 7 days ഫ്രം 30 days. 30 ദിവസത്തിനുള്ളിൽ പേ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യുക? അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക്, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലെ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യണം. Unclaimed or unpaid dividend appearing on the credit side of trial balance should be shown as a current liability. ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിലാണ് തരുന്നതെങ്കിൽ അതെന്താണ്? ഒരു കറൻറ്റ് ലയബിലിറ്റിയാണ്. ഇഫ് ദ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഈസ് നോട്ട് ക്ലെയിംഡ് ബൈ ദ ഷെയർ ഹോൾഡർ വിത്തിൻ 7 years, 7 വർഷം വരെ സമയം കൊടുത്തിട്ട് അവർ ക്ലെയിം ചെയ്തില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ബൈ ദ കമ്പനി ടു ദ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദ ലാസ്റ്റ് വൺ ഈസ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. In case a company does not have sufficient fund to pay dividend in cash ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ ഇറ്റ് മേ ഇഷ്യൂ പ്രോമിസറി നോട്ട് ഓർ ബോണ്ട് ഫോർ എമൗണ്ട് ഡ്യൂ ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് എന്തായിട്ട് കൊടുക്കാം? പ്രോമിസറി നോട്ടോ അല്ലെങ്കിൽ ബോണ്ട് എന്ന രീതിയിൽ ഇഷ്യൂ ചെയ്യും. അതിനെയാണ് നമ്മൾ സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനിയും കുഞ്ഞു കുറച്ച് കാര്യങ്ങളാണ്, ടേംസ് നോക്കാം. ഇതൊക്കെയാണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് P&L അപ്രോപ്രിയേഷനിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദിസ് ടേം ജനറലി അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് സൈഡിലാണ്. ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇറ്റ് ഈസ് ഷോൺ ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ടാണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്നത്. ഫോർഫിറ്റഡ് ഷെയർസ്, ദിസ് ഐറ്റം വിൽ അപ്പിയർ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഫോർഫിറ്റഡ് ഷെയർസ് വരുന്നത്. ഇൻ ദ ബിസിനസ് ഇറ്റ് ഈസ് ആഡഡ് ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഫോർഫിറ്റ് എന്ത് ചെയ്യണം? പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യണം. Then security premium, it is a capital profit. It appears on the credit side of trial balance. ഇത് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ കീഴിൽ വേണം സെക്യൂരിറ്റി പ്രീമിയം കാണിക്കുവാൻ. ഇനി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിസ്കൗണ്ട്, കമ്മീഷൻ ആൻഡ് എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ഷെയർസ് ഓർ ഡിബഞ്ചർ റിട്ടേൺ ഓഫ് ഇൻ ദ കറൻറ്റ് ഇയർ ഈസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. എന്ത് ചെയ്യുക? റിട്ടേൺ ഓഫ് ചെയ്യുന്നത് ആ കറൻറ്റ് ഇയറിലെ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ആൻഡ് ദ അൺറിട്ടേൺ പോർഷൻ ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ. ബാക്കി ഉണ്ടാവുമല്ലോ അൺറിട്ടേൺ പോർഷൻ, റൈറ്റ് ഓഫ് ചെയ്യാത്ത പോർഷൻ എന്ത് ചെയ്യുക? മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചറിൽ, ബാലൻസ് ഷീറ്റിലെ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചറിൻ്റെ കീഴിൽ കാണിക്കുക. ഇനി എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ്, കണ്ടിജൻറ്റ് ലയബിലിറ്റി, കണ്ടിജൻറ്റ് അസറ്റ്, ഇത്രയും കൂടിയാണ് നോക്കാനുള്ളത്. ഈ 3 നിർബന്ധമായിട്ടും നോക്കണം കേട്ടോ. എന്താണ് പ്രിലിമിനറി എക്സ്പെൻസസ്? ദീസ് ആർ ദി എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസ് ആണ് ഇത് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് മസ്റ്റ് ബി സ്റ്റേറ്റഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. അത് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കണം. ദ ഐറ്റംസ് ഇൻക്ലൂഡഡ് അണ്ടർ പ്രിലിമിനറി എക്സ്പെൻസസ് ആർ ഏതൊക്കെയാണ്? കോസ്റ്റ് ഓഫ് രജിസ്റ്ററിങ് ദ കമ്പനി, കോസ്റ്റ് ഓഫ് ഫയലിംഗ് നെസസറി ഡോക്യുമെൻറ്റ്, ഫീസ് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനെ പല തരത്തിലുള്ള അക്കൗണ്ടൻറ്റ് ഫീസ്, പിന്നെ കോസ്റ്റ് ഓഫ് പ്രിപ്പയറിങ് ലെറ്റേഴ്സ് ഓഫ് അലോട്ട്മെൻറ്റ്, അതൊക്കെ പ്രിലിമിനറി എക്സ്പെൻസിന് കീഴിൽ വരുന്നതാണ്. പ്രിലിമിനറി എക്സ്പെൻസസ് ആർ സ്ട്രിക്റ്റ്ലി ഓഫ് ക്യാപിറ്റൽ നേച്ചർ. ക്യാപിറ്റൽ നേച്ചറിലാണ് ഓർത്ത് വയ്ക്കുക. പ്രിലിമിനറി എക്സ്പെൻസ് ഏത് നേച്ചറിലുള്ളതാണ്? ക്യാപിറ്റലാണ്. യൂഷ്വലി റിട്ടേൺ ഓഫ് ടു P&L ഓവർ എ പീരീഡ്. P&Lലേക്ക് സാധാരണ റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ഡ്യൂറിംഗ് ദ കറൻറ്റ് ഇയർ ഈസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. ദ ബാലൻസ് നോട്ട് റിട്ടേൺ ഓഫ് മസ്റ്റ് be shown on the asset side of balance sheet under the head miscellaneous expenditure. ഇനി എന്താണ് കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്? കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് ബിക്കം ആക്ച്വൽ ലയബിലിറ്റി ഇൻ ഫ്യൂച്ചർ. ചിലപ്പോൾ ലയബിലിറ്റി ആവാം, ചിലപ്പോൾ ലയബിലിറ്റി ആവാതെ ഇരിക്കാം.
അങ്ങനെ ഒരു ഉറപ്പില്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടിജൻറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹാപ്പനിങ് ഓഫ് അൺസർട്ടൺ ഇവൻറ്റ്സ്. ചില ഇവൻറ്റ്സ് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ലൈബിലിറ്റി വരും, ഹാപ്പൻ ചെയ്തില്ലെങ്കിൽ ലൈബിലിറ്റി വരില്ല. അതാണ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹാപ്പനിങ് ഓഫ് അൺസർട്ടൺ ഇവൻറ്റ്സ്. എക്സാമ്പിൾ നോക്കിയേ, ലൈബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ടഡ്, ലൈബിലിറ്റി ഫോർ ആക്ടിങ് ആസ് ഷ്യൂരിറ്റി, ക്ലെയിം അണ്ടർ ഡിസ്പ്യൂട്ട് ഓർ പെൻഡിങ് ഇൻ ദ കോർട്ട് ഓഫ് ലോ. നമുക്ക് ഉറപ്പില്ല, ഇതൊക്കെ ചിലപ്പോൾ വരാം, ചിലപ്പോൾ ഇപ്പോൾ കേസിന് തോക്കുന്നത് നമുക്ക് ഉറപ്പില്ല, ചിലപ്പോൾ ജയിക്കാം അല്ലേ, അങ്ങനെയുള്ള ലൈബിലിറ്റി. അപ്പോൾ നമുക്ക് വരുന്ന ലൈബിലിറ്റീസ് ആണ് ഇത് കണ്ടിജൻറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. The amount of contingent liability is never shown in the amount column of the liability side of balance sheet. It is shown as footnote. ലൈബിലിറ്റിയുടെ ഇത് ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിലല്ല കാണിക്കേണ്ടത്, എന്തായിട്ട് കാണിക്കണം, ഫൂട്ട് നോട്ടായിട്ടാണ് കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ ഫൂട്ട് നോട്ടായിട്ടാണ് കണ്ടിജൻറ്റ് ലൈബിലിറ്റി എഴുതേണ്ടത്, ഇതും ശ്രദ്ധിക്കുക. അടുത്തതാണ് കണ്ടിജൻറ്റ് അസറ്റ്. Contingent assets are probable asset which may or may not become asset depending upon occurrence or non-occurrence of specified event. നമ്മൾ കണ്ടിജൻറ്റ് ലൈബിലിറ്റി പറഞ്ഞില്ലേ, സെയിം തന്നെ ഇവിടെയും ഒരു സംഭവം നടന്നു കഴിഞ്ഞു, ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അത് അസറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒക്കർ ചെയ്തില്ലെങ്കിൽ അസറ്റ് ഉണ്ടാക്കില്ല, അങ്ങനെയായിരിക്കും. ഹാപ്പനിങ് വച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, സെയിം തന്നെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു കോർട്ടിലൊരു കേസ് നടക്കുകയാണ്, ഫയൽ. അപ്പോൾ നമുക്ക് വേറൊരാളും നമ്മളും കൂടിയാണ് കേസെങ്കിൽ കോർട്ട് നമ്മുടെ ഫേവറിനാണ് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടി ലഭിക്കും അല്ലേ. അപ്പോൾ അതാണ് കണ്ടിജൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. മറ്റേത് ലൈബിലിറ്റിയുടെ കേസ്, ഇത് അസറ്റിൻ്റെ കേസ്, അത്രയേ വ്യത്യാസമുള്ളൂ. അപ്പം ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 10 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ക്ലാസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ, ഇതിലില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോഴേ പഠിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും നന്നായി പഠിക്കാം. അടുത്ത ദിവസം മുതൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇന്ന് തന്നെ എന്തായാലും ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുള്ള ഈ 6 ഇത് ലാസ്റ്റ് 7 ക്ലാസ്സുകൾ, പാർട്ട് 3 മാത്രമാണ്, ക്ലാസ് 3 മാത്രമാണ് പാർട്ട് 3 തിരിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓരോ ക്ലാസ് വീതമുള്ളൂ. അധികം ലെങ്ത്തും ഇല്ല, 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ മാക്സിമം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പഠിക്കുകയും ചെയ്യാം, കൂടാതെ ടെക്സ്റ്റിലുള്ളത് വായിച്ചും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ക്ലാസ് എല്ലാവരും കാണുക, നന്നായി പഠിക്കുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ഇതാണ് ഷെഡ്യൂൾ 3 ഫോർമാറ്റ്. അതിൽ ബാലൻസ് ഷീറ്റാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. നെയിം ഓഫ് ദ ഗ്രൂപ്പ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അറ്റ് ഇയർ ആണ് എഴുതേണ്ടത്. ഇനി നോക്കി എന്തൊക്കെയുണ്ട്, അസറ്റ് ഉണ്ട്. ഫസ്റ്റ് അസറ്റിൽ നോൺ കറൻറ്റ് അസറ്റ്, അതായത് ഫിക്സഡ് അസറ്റുകൾ, അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, നോൺ കറൻറ്റ് അസറ്റുകൾ. പിന്നെ 2 എന്ന് പറഞ്ഞ് കറൻറ്റ് അസറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ അസറ്റ്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. അസറ്റ്, നോൺ കറൻറ്റ് അസറ്റ്, പിന്നെ കറൻറ്റ് അസറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ അസറ്റ്, പിന്നെ ഇക്വിറ്റീസ് ആൻഡ് ലൈബിലിറ്റി. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റി, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ലൈബിലിറ്റീസ്, നോൺ കറൻറ്റ് ലൈബിലിറ്റി വരുന്നുണ്ട്, പിന്നെ കറൻറ്റ് ലൈബിലിറ്റിയും വരുന്നുണ്ട്, ടോട്ടൽ ഇക്വിറ്റീസ് ആൻഡ് ലൈബിലിറ്റീസ് വരുന്നുണ്ട്. ഇത്രയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. പണ്ട് ഞാനൊന്നും പഠിച്ചപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു ഫോർമാറ്റ്, ഇപ്പോൾ ചേഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങളോട് ഒന്ന് കാണിച്ചു തന്നു എന്നുള്ളൂ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഫോർമാറ്റ്, ഷെഡ്യൂൾ 3 എന്ന് പറയും.